റെഹബൂത്ത് പ്രയർ ഫെലോഷിപ്പിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം ഈ ഗ്രൂപ്പിലുള്ള ദൈവമക്കളോട് ഷെയർ ചെയ്യുവാൻ ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം, കർമ്മേലിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ തീ ഇറക്കിയ ദൈവം. ഏലിയാവിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബേനായ ഏലിയാവ്. വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഏലിയാവ് നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. എങ്കിൽ ആ ഏലിയാവ് ദൈവത്തോട് കൂടെ നടന്നത് നിമിത്തം പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങൾ. ഏലിയാവ് ഇസ്രയേൽ ജനത്തിൽ നടന്ന നീചമായ ചില ഭരണകൂടങ്ങളുടെ നിമിത്തം അവനവൻ്റെ ജീവിതത്തിൽ അസഹ്യപ്പെട്ട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഞാൻ സേവിക്കുന്ന എൻ്റെ യഹോവയാണ്, ഇനിയും ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും പെയ്യത്തില്ല. എങ്കിൽ അതിനുശേഷം ഏലിയാവിനോട് ദൈവം ഇടപെടുവാനിടയായി തീർന്നു, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട്. ഏലിയാവിനെ പെട്ടെന്ന് ദൈവം ഒളിപ്പിക്കുവാനിടയായി തീർന്നു. കെരീത്ത് തോട്ടിൽ, യോർദാൻ കിഴക്ക് ഉള്ള കെരീത്ത് തോട്ടിൽ ചെന്ന് അവിടെ പാർക്കാം. ആ തോട്ടിൽ നിന്നുള്ള വെള്ളം നീ കുടിക്കുക, നിന്നെ പോഷിപ്പിക്കേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിക്കും. ആ വചനം ഏലിയാവ് അനുസരിച്ച്, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് അവൻ അപ്രകാരം പുറപ്പെട്ടു. അവിടെ ചെന്ന് കെരീത്ത് തോട്ടിനരികെ പാർത്തു. എല്ലാ ദിവസവും കാക്ക അപ്പവും ഇറച്ചിയുമായിട്ട് ഏലിയാവിന് പോഷിപ്പിക്കും. ഒന്നിനൊരു കുറവ് വരാതെ വണ്ണം ദൈവം ഏലിയാവിനെ അവിടെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തു. കെരീത്ത് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് അവൻ കുടിച്ചു. എങ്കിൽ നീണ്ട കാലം ക്ഷാമം തുടർന്നപ്പം കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി, കാക്കയുടെ വരവ് നിന്നു. അപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഇവിടെ നിന്ന് നീ പുറപ്പെടുക, സറാഫാത്തിലേക്ക് പോക, അവിടെ ഞാൻ നിനക്ക് വേണ്ടി നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. സറാഫത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വിധവ വിറക് വറുക്കുന്നത് കണ്ട് ആ വിധവയോട് ഇപ്രകാരം ഏലിയാവ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ചെന്ന് അല്പം വെള്ളവും വെള്ളത്തോടൊപ്പം ഒരു കഷ്ണം അപ്പവും കൊണ്ട് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. എങ്കിൽ വിധവ ഇപ്രകാരമാണ് ഏലിയാവിനോട് പറഞ്ഞത്, എൻ്റെ കലത്തിൽ അല്പം മാവും ഭരണിയിൽ ഇച്ചിരി എണ്ണയും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ മകനും അപ്പം ഉണ്ടാക്കി കഴിച്ച് മരിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോഴാണോ നീ എന്നോട് ഇത് പറയുന്നത്? എങ്കിൽ ആ ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് വിധവ വിശ്വസിച്ച് അവളത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും വലുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ അറിയിക്കുന്നുണ്ട്. അത് വിശ്വസിച്ച് അതനുസരിച്ച് വിധവ ചെന്ന് അവൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി വെള്ളം കൊണ്ടുപോയി ഏലിയാവിന് കൊടുത്തു. ഏലിയാവ് ഇപ്രകാരം പറഞ്ഞു, നീ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിന്റെ കലത്തിൽ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ കുറയുകയില്ല. അവൾ അനുസരിച്ചത് നിമിത്തം അവൾ അത് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒരിക്കലും അവളുടെ കലത്തിൽ മാവ് കുറഞ്ഞതുമില്ല, ഭരണിയിലെ എണ്ണയും കുറഞ്ഞില്ല. അവൾ അത് നിമിത്തം അഹോവൃത്തി കഴിപ്പാനിടയായി തീർന്നെങ്കിൽ വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ അവിടെ വെച്ച് ആ വിധവയുടെ മകൻ മരിക്കുവാനിടയായി തീർന്നു. ഞാനിത് ചുരുക്കിയാണ് ദൈവമക്കളെ നിങ്ങളോട് പറയുന്നത്. ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് ഒരിക്കൽ കൂടെ വിധവയ്ക്ക് മനസ്സിലാകത്തക്കവണ്ണം ആ മകനെ മാളികയിൽ കൊണ്ടുപോയി ആ മകൻ്റെ മേൽ കമന്ന് വീണ് ഏലിയാവ് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ ജീവനോടെ മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. അവിടെ വെച്ച് ദൈവം പിന്നെയും ഏലിയാവിനോട് ഇടപെടുക, നീ ഇവിടുന്ന് കടന്നുപോയി നിന്നെ തന്നെ ആഹാബിന് വെളിപ്പെടുത്തുക. അവിടുന്ന് ഏലിയാവ് പുറപ്പെട്ടു. ആഹാബുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച. ആഹാബിനെ കണ്ടപ്പോൾ ആഹാബ് ഏലിയാവിനോട് ഇപ്രകാരം പറഞ്ഞു, നീ നിമിത്തം നീയും നിന്റെ ജനവും നിമിത്തമാണ് ഈ ദേശത്ത് ക്ഷാമം വന്നിരിക്കുന്നത്. എങ്കിൽ ഏലിയാവ് പറഞ്ഞു, ഒരിക്കലുമല്ല, നീയും നിന്റെ പിതൃഭവനവും നിമിത്തമാണ് ഈ ദേശത്ത് ഇപ്പോൾ നിന്റെ ഭരണവും നിന്റെ ഭരണകൂടങ്ങളും നിമിത്തമാണ് ഈ ദേശത്ത് ഇപ്രകാരം ക്ഷാമവും ദേശം നശിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ അവിടെ ഒരു ചർച്ചയുണ്ടാകുകയും ഏലിയാവ് ഇപ്രകാരം ഉടമ്പടി ആഹാബിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇത്രയും പ്രവാചകന്മാരും നീ സേവിക്കുന്ന ബാലിൻ്റെ പ്രവാചകന്മാരും അഷേറിൻ്റെ പ്രവാചകന്മാരും ഒക്കെ ഉണ്ടല്ലോ, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നീ യാഗം കഴിക്കും, നീ ഒന്ന് മഴ വരുത്ത ദേശത്ത്, ഞാനും യാഗം കഴിക്കാം, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ നിന്നെ വെളിപ്പെടുത്തി കാണിക്കാം. അവർ തമ്മിൽ അപ്രകാരം ഒരു ചർച്ചയും ഉടമ്പടി അവിടെ നടന്ന് ആഹാബ് അത് സമ്മതിച്ചു. അവന് വലിയൊരു പിൻബലമാണ്, അവനൊരു രാജകുടുംബം, രാജാവാണ്, അവന് ഒത്തിരി സപ്പോർട്ടുണ്ട് ബാക്കിൽ. അത് നിമിത്തം ഒരു 850 പ്രവാചകന്മാരും എല്ലാം കൂടി അവരൊരു യാഗപീഠം പണിത് അവിടെ തീയിറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം
115 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മിഥ്യാമൂർത്തികളെ ആശ്രയിക്കുന്നത്, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, അവയെ ഉണ്ടാക്കിയവർ അതിനെപ്പോലെ തന്നെ. അവർ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എവിടെ തീയിറങ്ങാനാ? വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഒക്കെ കണ്ടുകൊണ്ട് ഏലിയാവ് നിൽക്കുക. അപ്പോൾ ഏലിയാവ് പറയുക, ചിലപ്പോൾ നിന്റെ ദൈവം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഉറങ്ങിയായിരിക്കും, മയങ്ങിയായിരിക്കില്ല, വെളിയിലോട്ട് പോയിരിക്കുകയായിരിക്കും, ധ്യാനിക്കുകയായിരിക്കും. ഒന്നും കൂടെ ഒന്ന് ഉറക്ക വിളിക്കാൻ. അവരത് വിശ്വസിച്ച് അപ്രകാരം വീണ്ടും ചെയ്യുക. എങ്കിൽ എവിടെ ഉച്ചവരെ അവരുടെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും അവരുടെ കൈവേലയായ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഒരു പ്രവൃത്തിയോടെ നടക്കുവാനിടയായില്ല. എങ്കിൽ ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച ഏലിയാവിൻ്റെ ദൈവത്തിൽ അവനും അവൻ്റെ യാഗപീഠമൊക്കെ ഒന്ന് പണിത് അവിടെ യാഗം എല്ലാം, അതിനുള്ള ഭോജനയാഗത്തിനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കിതിൻ്റെ അകത്ത് നിങ്ങളോട് വീണ്ടും പറയുവാനുള്ള യാഗപീഠം ഏലിയാവ് പണിതു. ഇന്ന് നമ്മളും ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മുടെ യാഗപീഠങ്ങളൊക്കെ ഒന്ന് പണിയണം. നമ്മുടെ ജീവിതത്തെ കുറവുകളൊക്കെ ഒന്ന് നമ്മൾ പണിതിട്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിൽ തീയിറക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ മറുപടിക്ക് വേണ്ടി ഇരിക്കാൻ. ഏലിയാവ് അപ്രകാരം തന്നെ ചെയ്ത് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് കാണുക, ഈ ജനങ്ങളുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന്. എങ്കിൽ ഏലിയാവിൻ്റെ യാഗത്തിൻ്റെ മുമ്പിൽ തീയിറങ്ങി അതൊക്കെ ദഹിപ്പിച്ച് കളഞ്ഞു. കൂടെ നോക്കി നിന്ന ജനം ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് സാക്ഷീകരിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾക്ക് പല പോരാട്ടങ്ങളിൽ കൂടി ആയിരിക്കും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സൈന്യങ്ങളോടും. ഇതിൽ കൂടെയൊക്കെ നമ്മൾക്ക് ജയിച്ച് പോരണമെങ്കിൽ പ്രാർത്ഥന എന്ന സർവായുധ വർഗം നമ്മൾ ധരിക്കണം. ആ പ്രാർത്ഥന എന്ന സർവായുധ വർഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, നീയും ഞാനും പരാജയപ്പെടുകയില്ല. നമ്മുടെ കൂടെ ഈ ലോകത്തിലുള്ളവർ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ലോകപ്രകാരം ജീവിക്കുമ്പോഴും അല്ലാതെ സ്വത്തും പണവും സമ്പത്തും സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രതികൂലവും കഷ്ടവും വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരും ഉണ്ടാവത്തില്ല. എങ്കിൽ ഒരിടത്തും നിന്നെ കൈവിടാത്ത എൻ്റെ ദൈവം, ആ ഏലിയാവിൻ്റെ ദൈവം ഇന്നും എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏതെങ്കിലും ദൈവമക്കള് പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരുമില്ലെന്നുള്ള ഒരു പ്രതിസന്ധിയിൽ കൂടെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കർത്താവെ, അവർക്ക് വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ യാഗപീഠം പണിത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ തീയിറക്കിയ ദൈവം നിന്റെ ജനത്തിൻ്റെ വിഷയങ്ങൾ മേല് സ്വർഗം തീയിറക്കി അവരുടെ എല്ലാ പ്രതിസന്ധികളെ ദഹിപ്പിച്ച് അവർക്ക് വേണ്ടി വലിയ വാതിലുകളും വഴികളും തുറന്ന് ദൈവം തൻ്റെ ജനത്തെ മാനിക്കണം. ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥകളെ കരം പിടിച്ചെൻ്റെ കർത്താവ് പ്രാർത്ഥനയിൽ കൂടെ അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഒരുക്കി ആ നിത്യതയിൽ എത്തിച്ചേരും വരെ നിന്റെ ജനത്തോട് കൂടെ ഇരുന്നവരെ ബലപ്പെടുത്തണമേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.